ഞാൻ ഏകദേശം ഒരു 10 വർഷത്തിലധികമായി എൻ്റെ കാൽമുട്ട് ശരീരവേദന എല്ലാം ആയിട്ട് പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് അലോപ്പതി ചെയ്യും, ഇടയ്ക്ക് ആയുർവേദം ചെയ്യും, അപ്പോൾ സമാധാനം ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ശാശ്വതമായിട്ട് പിന്നെ ഈ നീർക്കെട്ട്, പ്രത്യേകിച്ച് രണ്ട് കാൽമുട്ടിലും നീർക്കെട്ട്, അതോടുകൂടി രാത്രിയിൽ അസഹ്യമായ വേദന, അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളായപ്പോൾ നമ്മുടെ നെവാറിലെ ആദ്യത്തെ ബ്രാഞ്ച് എന്നുള്ള നിലക്ക് കൊണ്ടോട്ടിയിൽ കണ്ടംകുളത്തി ആയുർവേദ ഫാർമസി തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള അവർ ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ള വിവരം കേട്ട് അവിടെ പിന്നെ ഡോക്ടേഴ്സ് പിന്നെ മാസത്തിലൊരിക്കലൊക്കെ ആയിട്ട് എക്സ്പെർട്ട് ഡോക്ടേഴ്സൊക്കെ വരുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് റോസ്മേരി ഡോക്ടർ അവർ മാസത്തിൽ വരുന്ന ദിവസം അഡ്വാൻസ് നമ്മൾ അറിയണം. അത് അറിഞ്ഞ പ്രകാരം അവരെ വന്ന് കാണിച്ച് അതുപ്രകാരം രണ്ട് മാസം മുന്നേ വന്ന് കാണിച്ച് 2 മാസത്തോളം അദ്ദേഹത്തിൻ്റെ അവരുടെ നിർദ്ദേശപ്രകാരം കഷായങ്ങളും മരുന്നുകളും എല്ലാം കഴിച്ച് ഏകദേശം ഒരു സമാധാനം കിട്ടുന്നുള്ള എനിക്കൊരു ഉത്തമ വിശ്വാസം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞാം തീയതി ഇവിടെ വന്ന് 14 ദിവസം അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു 15 ദിവസത്തെ അഡ്മിഷൻ പേഷ്യൻ്റായിട്ട് ഉച്ചിൽ ധാര പിന്നെ മരുന്ന് വെച്ച് പിന്നെ കെട്ട് അതോടൊപ്പം തന്നെ മരുന്ന് പിന്നെ ലേപനം ചെയ്യൽ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഒരു ദിവസം 4-5 രീതിയിലുണ്ട്. അങ്ങനെയെല്ലാം ചെയ്ത് ഏകദേശം ഇപ്പോൾ നീര് പരിപൂർണമായിട്ട് 2 കാൽമുട്ടിൽ നിന്നും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു വേദന ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പം വേദന ഒന്നും അനുഭവപ്പെടുന്നില്ല. ഇനിയിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നടന്നാൽ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കിപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഈ റെസ്റ്റ് പീരീഡിൽ ഈ മെഡിസിൻസ് കൃത്യമായിട്ട് കഴിച്ച് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഞാനൊരു 69 വയസ്സ് പിന്നിടാൻ പോകുന്ന ഒരാളാണ് അടുത്ത 10 മാസം വന്നാലും. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പരിപൂർണമായിട്ട് സന്തോഷവാനാണ്. കണ്ടംകുളത്തി ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ അവരെ പിന്നെ ആദ്യത്തെ ബ്രാഞ്ചാണ് മലബാറിൽ നിന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും പിന്നെ നമുക്ക് ഗുണകരമായ രീതിയിൽ ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കട്ടെ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു.